സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിക്കുന്ന വിഴിഞ്ഞം ഉദ്ഘാടന പരസ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ചിത്രമുള്ള പരസ്യം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ കൊടുത്ത കേന്ദ്ര സർക്കാർ. വികസിത് ഭാരത് 2047 എന്ന പേരിലാണ് പരസ്യം. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കില്ല. തിങ്കളാഴ്ചത്തെ തീയതിയിലുള്ള ഇന്നലെ കൈമാറിയ സ്വീകരണ കത്ത് പോലും അപമാനിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് പ്രതിപക്ഷം. അമൽ തേനപ്പറമ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. ഈ മുഖ്യമന്ത്രി ഈ ചിത്രത്തിൽ ഒന്നുമില്ലാതായി പോയത് എന്തുകൊണ്ടായിരിക്കണം? വിശദാംശങ്ങൾ എന്താണ് അമൽ? രണ്ട് വിഷയങ്ങളാണ് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ രാവിലെ വാർത്തയാകുന്നത് മോത്തി. അതിൽ ഒന്നാമത്തെ കാര്യം ഈ പരസ്യം തന്നെയാണ്. കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം മാത്രം ഉൾപ്പെടുത്തിയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. ആ പരസ്യത്തിൽ പറഞ്ഞു വെക്കുന്നത് 18,000 കോടി രൂപയുടെ ചിലവിൽ നിർമ്മിച്ച ഒരു പദ്ധതി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതി, ഷിപ്പിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനെ വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് നയിക്കുന്ന പദ്ധതി എന്ന നരേന്ദ്രമോദിയുടെ ഒരു സന്ദേശം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വികസിത് ഭാരത് 2047 എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രൊജക്റ്റ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഷിപ്പിംഗ് മന്ത്രാലയമാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലാണ് ഇന്നിപ്പോൾ ആ പരസ്യമുള്ളത്. ആ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന പരസ്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രിയുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയാണ് ആ ചിത്രം നൽകിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ മുഖ്യമന്ത്രി ഒഴിവാക്കി പരസ്യം നൽകുന്നു. അതിനാൽ തന്നെ സ്വാഭാവികമായും ഇതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ ഓട്ടോറിക്ഷകളിലടക്കം പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ചിത്രം പതിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളാണ് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പരസ്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെതായി വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് ഈ ഉദ്ഘാടന പരിപാടിയെ. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ പരിപാടി എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനം. അതിനാലാണ് പ്രതിപക്ഷ നേതാക്കളെ പോലും ആദ്യഘട്ടത്തിൽ ക്ഷണിക്കാതെ ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കില്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഒരു 2 വരി കത്ത് നൽകി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, മഹനീയ സാന്നിധ്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും എന്താണ്? പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ആദ്യഘട്ടത്തിൽ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. ഈ വിഷയം ചർച്ച ആയതിനു ശേഷം പ്രതിപക്ഷത്തെ ആരെയും MLA ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, എം വിൻസെൻ്റാണ്, മറ്റാരെയും ക്ഷണിച്ചില്ല എന്നുള്ളൊരു കാര്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. മാധ്യമങ്ങളിലത് വാർത്തയാകുന്നു. അതിനുശേഷം ഒരു കത്ത് VN വാസവൻ്റെ ഓഫീസിൽ നിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നു. ആ കത്തിൽ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് വിഴിഞ്ഞത്തുണ്ട്. ആ ചടങ്ങിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ആ കത്ത് പോലും അപമാനിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. നേരത്തെ ട്രയൽ റണ്ണിനും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നില്ല. അന്ന് പറഞ്ഞത് വലിയ ആഘോഷം വരാനിരിക്കുകയല്ലേ, അപ്പോൾ ക്ഷണിക്കാം എന്നുള്ളതായിരുന്നു. നിലവിൽ എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം. അങ്ങനെ 2 കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഈ പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമില്ല. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല. വിശദാംശങ്ങൾ നൽകിയത് അമൽ തേനപ്പറമ്പിലാണ്.